ദൈവമാണ് എൻ്റെ സഹായകൻ. ഏതൊരു പ്രയാസത്തിൻ്റെ മുൻപിലും ഇങ്ങനെ ഉയർന്നു നിന്ന് പറയാൻ പറ്റണം. ഗോലിയാത്ത് കണക്കെ മല പോലെ നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മുന്നിൽ നിന്ന് പറയണം, എനിക്ക് എൻ്റെ ദൈവമാണ് എൻ്റെ സഹായകൻ. ആ ഒരു ബലം കിട്ടിയ മനുഷ്യർ ഒരു കാരണവശാലും തളർന്നു പോവില്ല, ഒന്നും അവരെ നിരാശപ്പെടുത്തില്ല. ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ എന്ന് പറഞ്ഞ് ജീവിക്കാനുള്ള ഒരു തെളിച്ചം തരണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുക. മറ്റെന്തൊക്കെയോ കാര്യങ്ങളിലാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ആശ്രയം വെച്ചുകൊണ്ടിരിക്കുന്നത്. കുടിക്കണത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ വേദന മറക്കാനാണെന്ന് പറയും. സ്റ്റഫ് വലിക്കണത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ സന്തോഷം കിട്ടാനാണെന്ന് പറയും. ഇങ്ങനെ മറ്റ് പല കാര്യങ്ങളിലും ഏർപ്പെടുന്നത് കാണുമ്പോൾ പറയുമെന്ന് എല്ലാം മറക്കാനാണെന്ന് പറയും. കർത്താവിൻ്റെ അടുത്ത് ചെല്ല്, എല്ലാത്തിനും പരിഹാരമുണ്ട്. ഇത് നമ്മൾ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലേ പറഞ്ഞ് പഠിപ്പിക്കാത്തത് കൊണ്ടല്ലേ അവരിങ്ങനെ പല കാര്യങ്ങളിലേക്ക് തെറ്റിപ്പോയത്. എന്നിട്ട് ആശ്വാസം കിട്ടുന്നുണ്ടോ? എന്നിട്ട് സന്തോഷം കിട്ടുന്നുണ്ടോ? എല്ലാം മറക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിലേക്ക് വീണ്ടും വീണ്ടും അവർ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ശരിക്കുള്ള കാര്യത്തിൽ അവരെത്തിച്ചേരാത്തത് കൊണ്ട്. കർത്താവെ, അങ്ങിലെത്തിച്ചേരുന്നത് വരെ എൻ്റെ ആത്മാവ് എത്ര അസ്വസ്ഥമാണ് ആയിരിക്കും. അഗസ്തീനോസ് പുണ്യാളൻ്റെ തിരുനാളൊക്കെ അധികം കാലമായില്ലല്ലോ നമ്മൾ ആഘോഷിച്ചിട്ട്. ഈ മനുഷ്യൻ അലഞ്ഞു നടന്നത്രയും വേറൊരു മനുഷ്യനും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അലഞ്ഞിട്ടില്ല. എന്നിട്ട് അവസാനം കർത്താവിൽ എത്തിച്ചേരുമ്പോൾ നിത്യ നൂതനമായ സൗന്ദര്യമേ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കവിത പോലെ എഴുതി വെക്കുന്ന വാക്കുകളൊക്കെ ഉണ്ട് ഇന്ന് ലോകം പാടിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിൽ എത്തിച്ചേരുന്നത് വരെ നമുക്ക് ഒരിടത്തു നിന്നും ഒരു സപ്പോർട്ട് കിട്ടില്ല, ഒരു ബലം കിട്ടില്ല. കർത്താവാണ് എൻ്റെ സഹായകൻ, വേറെ ആരും അല്ല എന്നുള്ളത് കൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയേണ്ടതാ. കർത്താവാണ് എൻ്റെ സഹായകൻ, ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ, വേറെ ആരുമല്ല. കർത്താവേ, അങ്ങാണ് എൻ്റെ സഹായകൻ എന്ന് ഉറച്ചു വിശ്വസിക്കാനും അങ്ങ് മാത്രമാണ് എൻ്റെ സഹായകൻ എന്ന് മറ്റെന്തിൻ്റെ മുൻപിൽ നിന്ന് വിളിച്ചു പറയാനും ഞങ്ങൾക്ക് തെളിച്ചം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നെ തൻ്റെ മരണം കൊണ്ട് പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്ന കർത്താവാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും എന്നൊക്കെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എൻ്റെ കോട്ടയായ, എൻ്റെ രക്ഷാശിലയായ, എൻ്റെ സഹായമായ, എൻ്റെ സംരക്ഷണ കവചമായ ആ കർത്താവിങ്കിലേക്ക് എന്നെയും എന്നെ പ്രിയപ്പെട്ടവരെയും കുഞ്ഞുങ്ങളെ പ്രത്യേകമായും കുടുംബത്തെയും ചേർത്ത് വെച്ചുകൊണ്ട്, ദൈവമേ, അങ്ങായിരിക്കണമേ ഞങ്ങളുടെ സഹായകൻ, മറ്റൊന്നിലേക്കും ഞങ്ങൾ തെറ്റിപ്പോകാൻ ഇടവരരുതേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ സഹായകനായ ആ കർത്താവിൻ്റെ വലിയ സംരക്ഷണത്തിൻ്റെ ആശീർവാദം നമുക്ക് മുട്ടിന്മേൽ നിന്ന് സ്വീകരിക്കാം.